മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 10 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 7 അഥവാ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിലെ 7.1 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. In a classroom, 4 friends are seated at the points A, B, C and D as shown in figure 7.8. Chamba and Chameli walk into the class, and after observing for a few minutes, Chamba asks Chameli, "Don't you think ABCD is a square?" Chameli disagrees. Using distance formula, find which of them is correct. Okay, ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് മക്കളെ, കണ്ടോ? ഈ ഫിഗർ വെച്ചിട്ട് 4 ഫ്രണ്ട്സ് ഇരിക്കുന്ന പൊസിഷനാണ് ഈ തന്നിട്ടുള്ളത്. ചമേലി പറഞ്ഞു ഈ പൊസിഷൻ എല്ലാം കൂടി നോക്കുമ്പോൾ അതൊരു സ്ക്വയർ ആണ്. ആ പൊസിഷനുകൾ ജോയിൻ ചെയ്താൽ നമുക്കൊരു സ്ക്വയർ കിട്ടും. ബട്ട് ചമേലി പറഞ്ഞു അല്ല. ഓക്കെ, അപ്പോ ആരതാണ് ശരി? ഐ മീൻ ഇത് സ്ക്വയർ ആണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്കിത് സ്ക്വയർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാം. അതിനാദ്യം ഞാൻ ഈ എയുടെയും ബിയുടെയും സിയുടെയും ഒക്കെ കോർഡിനേറ്റ് ചെയ്താണ്. നോക്കി, ആദ്യം ഞാൻ എയുടേത് പറയുകയാണ്. എ നേരെ എക്സ് നോക്കുമ്പോൾ എക്സ് എത്രയാണ്? 3, വൈ എത്രയാ? 4. അപ്പോൾ എ എന്ന് പറയുന്നത് 3, 4 ആണ്. ഓക്കെ, ഇനി ബി നേരെ നോക്കുമ്പോൾ എക്സ് എത്രയാണ്? 6, വൈ എത്രയാണ്? 7. അപ്പോൾ ബി 6, 7 ആണ്. സി നോക്കുമ്പോൾ എക്സ് 9 ആണ്, വൈയോ 4 ആണ്, 9, 4. ഓക്കെ, ഡി നോക്കുമ്പോൾ എക്സ് 6 ആണ്, വൈ 1 ആണ്, അപ്പോൾ 6, 1. ഇനി ആദ്യം ഞാൻ എ ബിയുടെ ഡിസ്റ്റൻസ് കാണാം. √(x1 - x2) the whole square plus y1 - y2 the whole square. ഓക്കെ, ഞാൻ ഫസ്റ്റത്തെ 6 - 3 എന്ന് എടുത്തു. x1 - x2 എന്നാണല്ലോ. 6 - 3 and 7 - 4. ഇതിനെ ഞാൻ x1 y1 എന്നും ബിനെ x1 y1 എന്നും എനെ x2 y2 എന്നും എടുത്തു. 6 - 3 പോയാലും 3 ആണ്, 7 - 4 പോയാലും 3 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. 9 + 9 അഥവാ 9 × 2 എന്ന് എഴുതാം നമുക്ക്, അല്ലെ? 9 + 9 എന്ന് പറഞ്ഞാൽ 9 എത്ര ഉണ്ട്? 2 എണ്ണം. അപ്പൊ ഈ 9നെ റൂട്ടിന് പുറത്തെടുക്കുമ്പോൾ എത്രയാവും? 3√2 എന്നാവും, അല്ലെ? 9ന്റെ റൂട്ട് 3 ആണ്. അപ്പൊ 9നെ പുറത്തെടുക്കുമ്പോൾ എന്തായി? 3 ആയി. 2ന് റൂട്ട് ഇല്ലാത്തതുകൊണ്ട് അതിനെ √2 ആയിട്ട് തന്നെ വെച്ചു. അപ്പൊ നമുക്ക് എ ബിയുടെ ലെങ്ത് കിട്ടിയ എത്രയാ? 3√2. ഇനി അടുത്ത് ഞാൻ ബി സി കണ്ടുപിടിക്കാൻ പോവാണ്. സെയിം ഇക്വേഷൻ തന്നെ. x1 - x2 y1 - y2 the whole square. 9 - 6. ഇതിന് ഞാൻ x1 y1 എന്നും ഇതിന് ഞാൻ x2 ആയിട്ട് നിർത്തും. അപ്പൊ 9 - 6ന്റെ സ്ക്വയറും 4 - 7ന്റെ സ്ക്വയറും. 9 - 6 പോയാൽ എത്രയാ? 3 ആണ്. 4 - 7 പോകൂല, പക്ഷെ 7 - 4 പോയാൽ -3 എന്ന് കിട്ടും. അതിന്റെ സ്ക്വയർ അതും സെയിം തന്നെയാണ്, അല്ലെ? 3ന്റെ സ്ക്വയർ 9, -3ന്റെ സ്ക്വയറും 9. എത്ര 9 ഉണ്ട്? 2 9. 9നെ റൂട്ടിന് പുറത്തെടുക്കുമ്പോൾ എന്താവും? 3 ആകും. അപ്പൊ 3√2. അപ്പൊ എ ബിയുടെ വാല്യൂ എന്ത് തന്നെയാ? 3√2. സോറി, ബി സി. അപ്പൊ എ ബി 3√2 കിട്ടി. ബി സിയും എന്ത് കിട്ടി? 3√2 കിട്ടി. ഇനി അടുത്തത് ആരെ കാണണം? എ ബി ആയി, എവിടെ എ ബി ആയി, ബി സി ആയി. ഇനി ആരുണ്ട്? സി ഡി ഉണ്ട്. ഓക്കെ, സി ഡി എവിടെ? സി ഡി പേന എവിടെ? ഇത് സി, ഇത് ഡി. ഓക്കെ, അപ്പോൾ 9 - 6ഉം 4 - 1 എടുത്തു. x1നെ 9 - 6ഉം തിരിച്ചിങ്ങോട്ട് കൊടുക്കട്ടെ നിങ്ങൾക്ക്. അപ്പോൾ മൈനസ് വരും. നമ്മൾ പറഞ്ഞാണ് പലവട്ടം ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് തന്നെ. 6 - 9 എടുത്താൽ മൈനസ് ആവും. 9 - 6 എടുത്താൽ പോസിറ്റീവ് ആവും. മൈനസിന്റെ സ്ക്വയർ കാണുമ്പോൾ അത് ക്യാൻസൽ ആവും ചെയ്യും. ഓക്കെ, അപ്പോൾ 9 - 6 പോയാലും 3 ആണ്, 4 - 1 പോയാൽ 3 ആണ്. ഇതും സെയിം ആണ്, അല്ലെ? 3 സ്ക്വയർ 9, 3 സ്ക്വയർ 9. 9 × 2 അഥവാ 2 9 ഉണ്ട്. 9നെ പുറത്തെടുക്കുമ്പോൾ 3√2. അപ്പോൾ സി ഡിയും കിട്ടി 3√2. ഇനി അടുത്തത് ഡി എ ഉണ്ട്. ഡിയും എയും. ഇത് ഡി, ഇത് എ. 3 4ഉം 6 1ഉം. അപ്പൊ 6 - 3 1 - 4 എടുക്കാം. 6 - 3 പോയാലും 3 ആണ്. 1 - 4 പോയാൽ -3 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. -3ന്റെ സ്ക്വയർ 9 ആണ്. 9 + 9 നമുക്ക് എത്ര കിട്ടും? 18. നമ്മൾ ഇങ്ങനെ തന്നെ ഇതാണ്. 9 × 2 വരെ 2 9. 9നെ പുറത്തെടുക്കുമ്പോൾ 3√2. ഓക്കെ, അപ്പൊ ഡി എയും 3√2. ഓൾ സൈഡ്സ് ആർ ഈക്വൽ. എ ബി 3√2 ആണ്,
BC 3√2 ആണ്, CD 3√2 ആണ്, DA 3√2 ആണ്. അപ്പോൾ ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആയിട്ട് കിട്ടി. നമുക്ക് എല്ലാ സൈഡും ഈക്വൽ ആണ് കേട്ടോ. സൈഡുകൾക്ക് വ്യത്യാസമൊന്നുമില്ലല്ലോ. ABയുടെയും BCയുടെയും CDയുടെയും DAയുടെ ഒക്കെ സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ ഇത് സ്ക്വയർ ആണോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു സ്ക്വയർ ആണ്, കാരണം എല്ലാ സൈഡും ഈക്വൽ ആയില്ലേ, അപ്പോൾ സ്ക്വയർ ആയിക്കൂടെ? പക്ഷേ മക്കളെ, നമുക്ക് എല്ലാ സൈഡും ഈക്വൽ ആയിട്ട് രണ്ട് ഫിഗർ ഉണ്ട്. ഒന്ന് സ്ക്വയർ ആണ്, ഒന്ന് റോംബസ് ആണ്. പാരലോഗ്രാം. കറക്റ്റ് സ്ക്വയർ ആണോ അല്ലെങ്കിൽ കറക്റ്റ് പാരലോഗ്രാം? എല്ലാ സ്ക്വയറും പാരലോഗ്രാം റോംബസ് ആണ്, പക്ഷെ എല്ലാ റോംബസും എന്തല്ല, സ്ക്വയർ അല്ല. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷനും കൂടി ഇല്ല, റോംബസ് ആയിക്കൂടാ ഇല്ലേന്ന്, അല്ലെ? സ്ക്വയർ. കാരണം എല്ലാ റോംബസും എന്തല്ല, സ്ക്വയർ അല്ല, പക്ഷെ എല്ലാ സ്ക്വയറും എന്താണ്, റോംബസ് ആണ്. അപ്പൊ ഇത് സ്ക്വയർ ആണെന്ന് തെളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇത് റോംബസ് അല്ല എന്നും കൂടിയും പറയണ്ടേ? ചിലപ്പോൾ ഇതെങ്ങനെ റോംബസ് ആയാലോ? നേരെ തിരിച്ചത് റോംബസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇത് റോംബസ് ആണ്, കാരണം എല്ലാ സ്ക്വയറും റോംബസ് ആണ്. കാരണം റോംബസിന്റെ സ്ക്വയറിന്റെ എല്ലാ സൈഡും സ്ക്വയറിന്റെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അതേപോലെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി വരണം. റോംബസിന് അങ്ങനെയല്ല, 90 ഡിഗ്രി വരണം നിർബന്ധമല്ല. പാരലോഗ്രാമിന്റെ എല്ലാ സൈഡും ഈക്വൽ ആയാലും അതിനെയാണ് നമ്മൾ റോംബസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് റോംബസിന്റെ എല്ലാ പ്രോപ്പർട്ടിയും സ്ക്വയറിന് ആപ്ലിക്കബിൾ ആണ്. എന്താണ്? ഓൾ സൈഡ്സ് ആർ ഈക്വൽ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. എല്ലാം 90 ഡിഗ്രി ആകുമ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ അല്ലേ? പക്ഷേ എല്ലാ റോംബസും എന്താന്ന് പറയാൻ പറ്റില്ല, സ്ക്വയർ ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് റോംബസ് ആണോ സ്ക്വയർ ആണോ? അതാണ് ഇനി അടുത്ത ചോദ്യം. ഓക്കെ, അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആയ റോംബസും ആ സ്ക്വയർ ആവും. സ്ക്വയറിന്റെ എല്ലാ ആംഗിളും 90 ഡിഗ്രി ആണെന്ന് ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ. അപ്പോൾ റോംബസിന്റെ ആംഗിൾ 90 അല്ല. എങ്ങനെ നമ്മൾ ഇതിൽ 90 തെളിയിക്കുക മക്കളെ? 90 ആംഗിൾ അല്ല നമ്മളിത് തെളിയിക്കേണ്ടത്. റോംബസിനും സ്ക്വയറിനും വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്നറിയോ? സ്ക്വയറിന്റെ ഡയഗണൽസ് എവിടെ ഇപ്പം മാറ്റി പോയോ? ഒരു മിനിറ്റ്. ഓക്കെ, സ്ക്വയറിന്റെ ഡയഗണൽസ് ഈക്വൽ ആയിരിക്കും. കണ്ടോ? സ്ക്വയറിന്റെ ഡയഗണൽസ് ഈക്വൽ ആയിരിക്കും. റോംബസ് ചെരിഞ്ഞ് കിടക്കുന്നതുകൊണ്ടേ റോംബസിന്റെ ഡയഗണൽസ് എപ്പോഴും എന്താവില്ല, ഈക്വൽ ആകില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിലെ ഡയഗണൽസും കൂടി ഒന്ന് കാണാൻ പോകണം. ഓക്കെ, ഡയഗണൽസ്. ഫസ്റ്റത്തെ ഡയഗണൽ ഏതാണ്? എതിർകോണുകൾ കേട്ടോ, AC. ഇതിന്റെ y കോർഡിനേറ്റ് സെയിം ആണ്, അതുകൊണ്ടാണ് x1 - x2 എന്ന് എടുത്തത് കേട്ടോ. രണ്ടിന്റെ y കോർഡിനേറ്റ് സെയിം ആണല്ലോ. y കോർഡിനേറ്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് x1 - x2 എടുക്കാം. അപ്പൊ എത്രയാ? 9ഉം 3ഉം. 9 - 3 എത്രയാ? 6. അപ്പൊ AC ഈക്വൽ ടു എത്ര കിട്ടി? 6 കിട്ടി. ഇനി അടുത്തത് ആരെ കാണണം? DB കാണണം. ഓക്കെ, അപ്പൊ DB നോക്കുമ്പോൾ നമുക്ക് നോക്കാം. DB നോക്കുമ്പോൾ എന്താ? DBയുടെ നീളം അവിടെ x കോർഡിനേറ്റ് സെയിം ആണ്. അപ്പൊ y1 - y2 7 - 1. 7 - 1 എത്രയാണ്? 6 ആണ്. അപ്പൊ നോക്കിയാ ഡയഗണൽസും ഈക്വൽ ആണ്, സൈഡ്സും ഈക്വൽ ആണ്. സോ നമുക്ക് പറയാം ABCD എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണ്. അപ്പൊ ചാമ്പ പറഞ്ഞത് എന്താണ്? കറക്റ്റ് ആണ്. ABCD is a square. ചാമ്പ ഇസ് കറക്റ്റ്. ചാമ്പ പറഞ്ഞു ഇത് സ്ക്വയർ ആണ്, ചമേല് പറഞ്ഞു ഇത് സ്ക്വയർ അല്ല, തെറ്റാണെന്ന് പറഞ്ഞു. അപ്പൊ ആര് പറഞ്ഞതാ ശരി? ചാമ്പ പറഞ്ഞാണ് ശരി. ഇത് സ്ക്വയർ ആണ്, എല്ലാ സൈഡും ഈക്വൽ ആണ്, അതിന്റെ ഡയഗണൽസും എന്താണ്? ഈക്വൽ ആണ്. സോ വി ക്യാൻ ഡെഫിനറ്റ്ലി വി ക്യാൻ സേ ദാറ്റ്. തീർച്ചയായിട്ടും ഇത് എന്തായിരിക്കും? സ്ക്വയർ ആയിരിക്കും. ഓക്കെ.